രണ്ട് പേര് കണ്ടുമുട്ടുന്നു, ഒരാണും പെണ്ണും കണ്ടുമുട്ടുന്നു. അതൊരു വിവാഹത്തിലേക്ക് കടക്കുന്ന സമയത്താകാം, അല്ലെങ്കിൽ പ്രണയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പാകാം. അപ്പോൾ ആ തുടക്ക സമയത്ത് ഒരാണ് സാധാരണ നിലയിൽ കൂടുതൽ സംസാരിക്കും. കാരണം അവൻ സംസാരിക്കുന്നത് ഇവളെ പറ്റി കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. ഇവനെക്കുറിച്ച് പരമാവധി പറയും. അത് ഇവൻ ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഒരാളാണ് എന്ന് അവളെ ബോധ്യപ്പെടുത്തുന്നതിനും, അതുകൊണ്ട് ഞാൻ നിനക്ക് ഓക്കെയാണ് എന്ന് അവളെ കൂടുതൽ ബോധ്യപ്പെടുത്താനും വേണ്ടിയിട്ട് ഇവനെ പറ്റിയും കൂടുതൽ സംസാരിക്കും. അപ്പോൾ പ്രണയത്തിൻ്റെ ആയാലും വിവാഹ ജീവിതത്തിൻ്റെ ആയാലും തുടക്കത്തിൽ ആണുങ്ങൾ നല്ല കേൾവിക്കാരും നല്ല സംസാരപ്രിയരും ഒക്കെ ആയി മാറും. ആ സമയത്ത് അവർ അത്യാവശ്യം ഇവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഇത് പെണ്ണ് സ്വന്തമായി കഴിയുന്നതോട് കൂടി ആണിനെ സംബന്ധിച്ച് പിന്നെ ഒന്നും കേൾക്കാനില്ല എന്നൊരവസ്ഥ വരും. അവനെ സംബന്ധിച്ച് പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതിന് അവരൊരു അർത്ഥവും കൽപ്പിക്കുന്നില്ല, അവനതിനൊരു പ്രസക്തിയും കൽപ്പിക്കുന്നില്ല. അപ്പോൾ അവനത് വിരസമായി തീരും. ഒരു പെണ്ണിനെ സംബന്ധിച്ച് നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന, നിരന്തരമായി സംഭാഷണം ചെയ്യാൻ കഴിയുന്ന ഒരിടം, ഒരു സ്പേസ്, അതൊരു വ്യക്തിയാകാം, അല്ലെങ്കിൽ ഒരു കുടുംബമാകാം, ആരുമാകാം. അങ്ങനെ ഒരു സ്പേസ് അവൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അവളുടെ ജീവിതവും വിരസമായി തീരും. അവളും അവഗണിക്കപ്പെടുന്നു എന്നൊരു തോന്നലിലേക്ക് വരും. അപ്പോൾ അവളെ ആരാണ് പരിഗണിക്കേണ്ടുന്നത്? അവളുടെ കുടുംബത്തിൽ അവൾ ഏറ്റവും പ്രിയപ്പെട്ട ആൾ എന്ന് വിശേഷിപ്പിക്കുന്ന, കരുതുന്ന, മനസ്സിലാക്കുന്ന അവളുടെ ഹസ്ബൻഡാണ്, അല്ലെങ്കിൽ അവൾ പ്രണയിക്കുന്ന ആ വ്യക്തിയാണ്.